നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം പൂരാടം നക്ഷത്രത്തെ കുറിച്ചാണ്. പൂരാടം നക്ഷത്രക്കാരുടെ 2026 മെയ് 15 മുതൽ 31 വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഭാരതീയ അസ്ട്രോളജി പ്രകാരമുള്ള ഫലങ്ങളാണ്. ഈ സമയത്ത് ഇവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പൂരാടം നക്ഷത്രക്കാരുടെ ജീവിതത്തില് സുഖവും സന്തോഷകരവും സമാധാനപരവുമായിട്ട് മുന്നോട്ട് പോകാം എന്നുകൂടിയാണ് നമ്മൾ പറയുന്നത്. ഇത് പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ പൂരാടം നക്ഷത്രത്തിൽ പിറന്ന ഏതൊരാൾക്കും ഈ ഫലങ്ങളെല്ലാം ഒന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ പൂരാടം നക്ഷത്രക്കാരെ കുറിച്ച് ഈ സമയം പറയുകയാണെങ്കിൽ ശുഭാപ്തി വിശ്വാസവും കാര്യനിർവഹണ ശേഷിയും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും സ്വന്തം ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ജോലി സ്ഥലത്ത് നിന്ന് കുറച്ചു നാളത്തെ അവധിയൊക്കെ എടുക്കേണ്ടി വരുന്നുണ്ട്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റെടുത്ത ദൗത്യം അത് മനസംതൃപ്തിയോടുകൂടി നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നുണ്ട്. അതുമൂലം നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊക്കെ ഉദ്ദേശിച്ച സ്ഥാപനത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കുന്നുണ്ട്. വിദേശത്തേക്ക് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിന് പറ്റിയൊരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം വരുന്നുണ്ടോ, അനൌദ്യോഗികമായിട്ടൊക്കെ വരുമാനങ്ങൾ വരുന്നുണ്ട്. സമ്മാന പദ്ധതികളിലൊക്കെ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയുന്നതാണ്. ഈ സമയത്ത് നിങ്ങളുടെ ചെലവുകൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ചെലവുകൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ചില ആളുകളെയൊക്കെ നിങ്ങളെ ഈ സമയത്ത് സഹായിക്കുന്നത് സാമ്പത്തികമായിട്ട് സഹായിക്കുമ്പോൾ സഹായിക്കുന്നതിന് വ്യക്തമായിട്ടുള്ള രേഖകളൊക്കെ വാങ്ങിച്ചതിന് ശേഷം മാത്രം സാമ്പത്തിക സഹായം ചെയ്യുക. ഒരുപാട് കാലമായിട്ട് വിദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് നാട്ടിലേക്കൊക്കെ വരുവാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നതാണ്. അതിനായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ ഈ സമയത്ത് അവധിയൊക്കെ ലഭിക്കുന്നതാണ്. കൈവിട്ടു പോകുമെന്ന് കരുതിയ ചില വസ്തുവകകളൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. കേസിലൊക്കെ വിജയം ഉണ്ടാവുന്നതാണ്. നിയമവിരുദ്ധമായിട്ടുള്ള ചില പ്രവർത്തികളിലേക്കൊക്കെ നിങ്ങൾ പോകാൻ ശ്രമിക്കുമെങ്കിലും അതിൽ നിന്നൊക്കെ പിന്മാറാൻ നിങ്ങൾ തീരുമാനിക്കുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് വിജയം കൈവരുന്നതാണ്. നിങ്ങൾ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ ഊർജ്ജസ്വലരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമയമാണെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ പ്രവർത്തന ഫലം കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ചില സമയങ്ങളിൽ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് കുറച്ച് പിന്നോട്ട് മാറി നിൽക്കുന്നത് വളരെ നല്ലതാണ്. ചില സഹപ്രവർത്തകരുടെയൊക്കെ തർക്കങ്ങളിൽ നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ്. അതുമൂലം നിങ്ങളുടെ പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്നതാണ്. നിങ്ങൾ മൂലം ചില വലിയ പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു സാഹചര്യം കൂടി വരുന്നുണ്ട്. സ്വയം തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ്. തൊഴിലൊക്കെ വികസിപ്പിക്കാൻ പറ്റിയൊരു സമയമാണ്. നിങ്ങളുടെ ചെറിയൊരു ബിസിനസ് ആകട്ടെ വലിയൊരു ബിസിനസ് ആകട്ടെ ബിസിനസ്സുകളെല്ലാം തന്നെ വികസിതമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സമയമാണ്. ജോലിക്കായിട്ട് കാത്തിരിക്കുന്നവർക്കൊക്കെ ഇത് പറ്റിയൊരു സമയമാണ്. മെയ് 20 ശേഷം നിങ്ങൾ ജോലിക്കായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച ജോലിയിലൊക്കെ തന്നെ നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നതാണ്. സാമ്പത്തികമായിട്ട് മേന്മയുണ്ടാകുന്ന ഒരു സമയം കൂടിയാണിത്. എതിർപ്പുകളെയൊക്കെ അതിജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. ജലവുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരൊക്കെ മെയ് 21, 22 തീയതികളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ സമയത്ത് സാമ്പത്തിക നിയന്ത്രണവും ഏർപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. 2 ദിവസം അനാവശ്യമായിട്ടുള്ള ചിലവുകൾ, ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ വിശ്വാസയോഗ്യമല്ലാത്ത ഒരു പ്രവൃത്തിയും ഈ സമയത്ത് ചെയ്യാൻ പാടില്ല. മെയ് 20 ശേഷം നിങ്ങൾക്ക് വിശ്വാസയോഗ്യമല്ലാത്ത കുറെ പ്രവൃത്തികളിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ചു നാളത്തേക്കിന് നിർത്തിവെക്കേണ്ടതാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെയൊക്കെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് ചില ചിന്തകളൊക്കെ വരുമെങ്കിലും അതിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്തേണ്ട ഒരു സമയം കൂടിയാണ്. കാര്യസാധ്യം നടന്നതിനാൽ നേർന്നിടുന്ന വഴിപാടുകളൊക്കെ നടത്തുവാനുള്ള ഒരു സാഹചര്യം കൂടി നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ പ്രതികൂല പ്രവൃത്തിയൊക്കെ ചെയ്യുന്ന ജോലിക്കാരെയൊക്കെ നിങ്ങൾ പിരിച്ചുവിടുന്നതായിട്ട് കാണുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് മുടങ്ങിക്കിടപ്പുള്ള സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തൊഴിൽ സ്ഥാനത്തൊക്കെ നിങ്ങൾക്ക് മേന്മ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കുടുംബജീവിതത്തിലെ കൂടുതൽ സന്തോഷവും ഐശ്വര്യവും എല്ലാം ഉണ്ടാവുന്നതാണ്. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണഫലങ്ങൾ ഏകദേശം കൂടുതലുള്ള ഒരു സമയമാണ്. എന്നിരുന്നാലും ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ട്. ആ ദോഷങ്ങളൊക്കെ മാറുന്നതിനായിട്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ദിവസവും കയ്യിൽ വെള്ള തുണി കരുതുന്നതോ അല്ലെങ്കിൽ വസ്ത്രമായിട്ട് ധരിക്കുന്നതോ വളരെ നല്ലതാണ്. ഇത് രണ്ടും നെഗറ്റീവ് എനർജികളെ മാറ്റിക്കളയാനും കൂടുതൽ പോസിറ്റീവ് എനർജി നിങ്ങൾക്കുണ്ടാകാനുള്ള സാഹചര്യം ഒരുക്കി തരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പൂരാടം നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കുക. ഇത് പൊതുവായിട്ടുള്ള ഒരു ഫലമാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജന്മ സമയം അനുസരിച്ച് ഇതിൽ
ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ ഫലം നിങ്ങൾക്ക് വന്ന് അനുഭവവേദ്യമാകുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പൂരാടം നക്ഷത്രക്കാരെ ഈ സമയത്തൊന്ന് ശ്രദ്ധിക്കുക, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.